ഇന്നൊരു ചക്ക പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചക്ക പറിച്ചുകൊണ്ട് വന്നപ്പോൾ ഇന്ന് ചക്ക ഭയങ്കര വലിയൊരു ചക്കയാണ്. അതിൻ്റെ പകുതി വെട്ടിയപ്പോൾ തന്നെ ഒരു മറം നിറഞ്ഞു. അപ്പോൾ ഇന്നും ചക്ക കൊണ്ട് 2-3 ഐറ്റങ്ങൾ അങ്ങ് ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ വെച്ചിരിക്കുന്നു. കുറച്ച് ഒന്ന് വറക്കണം, പിന്നെ കുറച്ച് വേവിച്ച് തിന്നണം. പിന്നെ അതിൻ്റെ ചക്കയുടെ കുഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ കുഞ്ഞി ഒക്കെ തോരൻ വെക്കുകയും തീയൽ വെക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. തീയാണ്ട് ഇതുവരെയും വെച്ചില്ല. അപ്പോൾ നമുക്കിന്ന് ചക്കയുടെ കുഞ്ഞി എടുത്തൊന്ന് മെഴുക്ക് പുരട്ടി വെക്കാം. മെഴുക്ക് പുരട്ടി വലത്തായിട്ട് വെക്കാം. ചക്കയുടെ കുഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതൊന്ന് അരിഞ്ഞെടുക്കാൻ പോവുക. ഇത് നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് അരിയുന്ന പോലെ അരിഞ്ഞാൽ മതി. ഇത്രയും മുഴുവനൊന്നും വെക്കുന്നില്ല, കുറച്ചേ വെക്കുന്നുള്ളൂ. കുഞ്ഞ് കൂട്ടിയിട്ടുണ്ടോ? കൂട്ടിയിട്ടില്ലല്ലേ? ഇന്ന് അച്ഛൻ വെച്ച് ഇന്ന് ഉണ്ടാക്കിത്തരാം. ഞാനെമ്പടി കൂട്ടിയിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ ചക്ക വെട്ടിയാൽ കുഞ്ഞി കളയുകയില്ലായിരുന്നു. ചെറുപ്പത്തിലൊക്കെ അന്നൊക്കെ ഇതിലും പഞ്ഞമുള്ള നാളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ കുഞ്ഞിയൊന്നും കളയുകയില്ല. കുഞ്ഞി എടുത്ത് തോരൻ വെച്ചും മെഴുക്ക് പുരട്ടി വെച്ചും തോരൻ വെക്കാം, മെഴുക്ക് പുരട്ടി വെക്കാം, തീയൽ വെക്കാം. അങ്ങനെ ഒത്തിരി സൈസ് കറി കുഞ്ഞി കൊണ്ട് വെക്കാം. ഞാൻ ചക്ക കുഞ്ഞി അരിയുന്നു, അമ്മ ചക്കച്ചുള പെറുക്കുന്നു. ചക്കയുടെ ഒരു സാധനമില്ല വെറുതെ കളയാനുള്ളത്. ഇതിൻ്റെ ഈ ചക്കയുടെ കൂഞ്ഞി ഉണ്ടല്ലോ, നല്ല ചകിണിയാണെങ്കിൽ നമുക്ക് എടുത്ത് മിക്സറൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി മിക്സറിനകത്തൊക്കെ ഇടാൻ പറ്റും. ചക്ക ഇടാൻ പാത്രം എടുത്തില്ലല്ലോ നീ. അമ്മയൊക്കെ വറുക്കുമല്ലേ? ഒരു കാര്യം ചെയ്യും, എൻ്റെ പാട എടുത്ത് വെച്ചു. കൊച്ചു പാട വറുത്ത് കൂട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? എവിടുന്ന്? അവിടെയായിരുന്നു ഇപ്പോൾ അല്ലേ? ചക്കയുടെ പാട ഉണങ്ങണമെങ്കിൽ നല്ല വെയിൽ വേണം. ചക്കയുടെ പാട എടുത്ത് പിന്നെ അതിൻ്റെ ആ കട്ടിയുള്ളൊരു ഭാഗമുണ്ട്, അത് കണ്ടിച്ചും കളഞ്ഞ് വെച്ച് അതെടുത്ത് നല്ലപോലെ ഉപ്പ് പറ്റിക്കണം. വെള്ളം ഒഴിക്കരുത്, ഉപ്പ് മാത്രം ഒഴിച്ച് പറ്റിച്ചെടുക്കണം. എന്നിട്ട് അത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞ് പല പാത്രത്തിലും കാറ്റ് കയറാതെ വാരിയിട്ട് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നുള്ളൂ. അത് പിന്നെ ആവശ്യപ്പെടുമ്പോൾ ചോറിന് കൂട്ടാനും ഒക്കെ നല്ല സൂപ്പറാണ്. വറുത്ത് ചോറിന് കൂട്ടാനുള്ള ഇപ്പോൾ ഉള്ള പിള്ളേരോടൊന്നും പറഞ്ഞാൽ അതൊന്നും അറിയാനൊക്കെ എല്ലാവരും കൂട്ടിയിട്ടും കാണുകയില്ല. കുഞ്ഞി കൂട്ടിയിട്ടുണ്ടോ? കുഞ്ഞി ഇല്ല. പാട വറുത്ത് ഓർക്കൊന്നും ഇല്ലല്ലേ? കുഞ്ഞി വെയിലില്ലല്ലോ, മഴയല്ലേ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ? നമ്മുടെ കുഞ്ഞിയൊക്കെ അരിഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന സവോളയുണ്ട്, തേങ്ങയും കൂടെ ഒന്ന് കുത്തിയെടുക്കാം. ഇതെണ്ണും കൂടെ കുത്തി വെച്ചിട്ട് നമുക്ക് കറുവാപ്പട്ടയുണ്ട്, ഒരു ഏലക്കായുണ്ട്, പെരിഞ്ജീരകമുണ്ട്, കുരുമുളകുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് പൊടികളൊക്കെ വേറെ ചേർക്കാനുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കിത് പൊടിച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ ഇട്ട് ചേർക്കാം. അരിഞ്ഞിട്ടില്ല. സവോളയും തേങ്ങയൊക്കെ അരിഞ്ഞ് വെച്ച് ഇനി നമുക്കിതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മസാലക്കൂട്ടെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. എരിവ് അധികം വേണ്ടാത്തൊരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കാം. നമുക്ക് തീ കത്തിച്ച് ചീനിച്ചിട്ട് എടുക്കാം. നമുക്ക് ശകല എണ്ണ ഒഴിച്ച് തേങ്ങ ഒന്ന് ചൂടാക്കാം.
ഇപ്പം കറിക്ക് എണ്ണ ചേർക്കും വലുത് കടുകൊന്നും ഇടുന്നില്ല. ഇപ്പം ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചുമന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇന്നും കൂടെ കൊടുക്കാം. മഞ്ഞപ്പൊടിയും കൂടി ഇടാം. നമ്മുടെ സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികളും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് നമ്മൾ ആ കുഞ്ഞ് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിനകത്തോട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടാം. ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേന് ആ കുഞ്ഞ് ഇതിനകത്തോട്ടിട്ട് വെക്കാം. അപ്പം നമ്മുടെ അരപ്പൊക്കെയും തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുഞ്ഞിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അതുപോലെ അവിടെ ഇരുന്ന് വേകട്ടെ. നമ്മുടെ കുഞ്ഞി വെന്ത് നല്ലപോലെ പറ്റിയിരിക്കുക. ഇനി നമുക്ക് എണ്ണ മൂപ്പിച്ചിട്ട് എണ്ണയ്ക്കകത്ത് കൂട്ടിടണം. എന്നിട്ട് അവിടെ നല്ലപോലെ ഇച്ചിരി നേരം ഇരുന്ന് ഉണങ്ങി വരണം. കറിയിട്ടു. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എണ്ണ ഇച്ചിരി കുറവാന്ന് തോന്നി. ഇച്ചിരി എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നല്ല പോത്തുകറിയുടെ രുചി കാണും. നമ്മുടെ മീൻ വെച്ചിരിക്കുന്ന എണ്ണയിലോട്ട് ഇടുക. ഇച്ചിരി നേരം ഇളക്കി ഉണങ്ങണം. അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പം നല്ല ഫ്രൈ ചെയ്യണം. അപ്പം നമ്മുടെ ചക്കയുടെ കൂഞ്ഞിൽ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.